സാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തി അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ദീപം പള്ളുരുത്തി. ജീവകാരുണ്യ പ്രവർത്തകൻ കെ മുഹമ്മദ് അഷ്റഫ് ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പള്ളുരുത്തി അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം സാഹോദര്യത്തിന്റെ സ്നേഹസ്പർശവുമായി ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ കെ മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ അസീസ് റംസാൻ സന്ദേശം നൽകി. സന്ദേശം നമ്മളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ്. പ്രത്യേകിച്ച് ഒരു സന്ദേശം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ദീപം പള്ളുരുത്തി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി തന്നെയാണ് ഈ റംസാൻ ദിനത്തിന്റെ പ്രത്യേകതയും അതിനുള്ള സന്ദേശം. കൗൺസിലർമാരായ VS ശ്രീജിത്ത്, അഡ്വക്കേറ്റ് PS വിജു, അഭിലാഷ് തോപ്പിൽ, ഷിപ്പ്യാർഡ് മുൻ ഡയറക്ടർ NV സുരേഷ് ബാബു, KR പ്രേംകുമാർ, KU ഇബ്രാഹിം, രാജീവ് പള്ളുരുത്തി, MH കബീർ, സെക്രട്ടറി KT ജെറോം, ഷഫീഖ് കല്ലുചിറ, മോഹിനി അരവിന്ദ്, പ്രവിത അനീഷ്, മാധ്യമപ്രവർത്തകൻ റിഡ്ജൻ റിബല്ലോ തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളൊരു വലിയ അർത്ഥവാക്യം ഇന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആരും പോലും ഇല്ലാത്ത ആളുകൾക്ക് ഇത് ആദ്യത്തെ വർഷമൊന്നുമല്ല, കുറേയേറെ വർഷങ്ങളായി നമ്മുടെ പള്ളുരുത്തിയിലെ അന്തേവാസികൾക്ക് അവരോടൊപ്പം ഒരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ എന്നും ഓടിത്തരുന്നത്. എനിക്ക് വയ്യായെങ്കിലും ഇതിൽ പങ്കെടുക്കണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓടിയെത്തിയത്. ഇവിടെ ഈ ചടങ്ങിന് എല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.